SK തുടരുന്നു. കേരളവർമ്മയുടെ തിരുമുറ്റത്തേക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് ലോകമെമ്പാടും വരുന്ന കേരളവർമ്മക്കാർക്കും ഒക്കെ ഇതിലേക്ക് സ്വാഗതം. അപ്പോ സ്വാമിജി നമസ്കാരം. സ്വാമിജിയുടെ പേര് ആദിത്യ സ്വരൂപാനന്ദപുരി. ഇതുവഴി പോയപ്പോ ചാടിക്കരുത് എന്നോട് പറഞ്ഞല്ല, ഞാൻ ആശ്രമത്തിൽ നിന്ന് കാണായിരുന്നു നിങ്ങളുടെ പരിപാടി. ദിവസം കാണാറുണ്ട് ഈ പരിപാടി, ഈ മദ്യമാഫിയകൾക്കെതിരെയുള്ള പരിപാടികൾ. എന്തായാലും എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് എന്തായാലും കേരളവർമ്മയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായാലും നേരിട്ടൊന്ന് കാണാന്ന് വിചാരിച്ചു. അല്ലാണ്ട് നിങ്ങളുടെ സദസ്സിലേക്ക് വരാൻ എനിക്ക് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും അങ്ങനെ പേരുദോഷമുണ്ടോ? സ്വാമിജി 24 മാത്രമേ കാണാറുള്ളൂ. എന്താ അതിന്റെ പ്രശ്നം? ഇല്ല, സമകാലീന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് 24 ആണ്. അതുകൊണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ വളരെയധികം നന്നായിട്ട് അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് ജനങ്ങൾ മുഴുവൻ കാണുന്നത് വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ്. സന്തോഷം. അതിലൊരു വാഗ്ദാനം കൂടിയാണ് ഞാൻ. ഓക്കെ, ഈ ആഷ്മിക്ക് വയറ് നിറഞ്ഞു. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ അങ്ങനെയൊക്കെ സപ്പോർട്ട് വളരെ വലുതാ. തീർച്ചയായിട്ടും ഈ ഫൈറ്റില് വലിയ ശക്തിയുള്ള നമ്മൾ ഫൈറ്റ്. തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ബാലാവകാശ നിയമമുണ്ടല്ലോ, അതിൽ ചെറിയൊരു മാറ്റം വരുത്തണം. കാരണം സ്കൂളിലും ടീച്ചർമാർക്ക് ചൂരിലെടുക്കാൻ പറ്റില്ല, വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ചൂരിലെടുത്തോളാൻ കോടതി പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലും അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യാണ് ഇപ്പത് ഈ ഒരു നിയമമുള്ളതുകൊണ്ട്. പിന്നെ സ്കൂളുകളിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ അച്ഛനടിച്ചോ അമ്മയടിച്ചോ ടീച്ചറെടുത്ത് ഈ ചോദിക്കുമ്പോൾ കുട്ടികൾ ഇവരെ അനാവശ്യമായിട്ട് തന്നെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതില് യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളും ചെയ്യാനാണ് അച്ഛനും അമ്മയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് കൂടുതൽ അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതും. സന്തോഷം സ്വാമിജി, സന്തോഷം. നമ്മൾ ഇനിയും കാണും. അപ്പോ സ്വാമിജിക്ക് പറയുന്ന കുറച്ച് കടന്ന കയ്യാ 500 കോടി രൂപയുടെ മോഹവിലയുള്ള 300 രൂപയുടെ കപ്പ് സമ്മാനിക്കും. വളരെ സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും അഴിമതി ആരോപണം വരാതിരിക്കാൻ വേണ്ടി ആ മോഹവിലയാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ സ്വാമിജി, കോഴിക്കോട് ഒരു പരിപാടി ഉണ്ട്. നമ്മള് ഒരു അൾട്ടിമേറ്റ് വാർ ഈ 20-ാം തീയതി വൈകുന്നേരം നമ്മൾ 1 ലക്ഷം പേര് ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയും അവസാന രാസലീതിക്കാരൻ കേരളം വിട്ടുപോകണമെന്ന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആഷ്മി, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നേരമാകുന്നു. അപ്പൊ നമുക്കിനി ഒരു ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമുക്ക് അപ്പൊ നമുക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി നമുക്കൊരു ചെറിയ ഒന്ന് ക്ലോസ് ചെയ്തല്ലോ. സ്വാമിജിയുണ്ട്, ഉണ്ട്. അപ്പൊ കേരളവർമ്മയിൽ നമുക്ക് പയ്യെ താലം അങ്ങോട്ട് കൈമാറാം. ഓക്കെ. അപ്പോ നമ്മളിനി ഈ 2ാം പര്യടനം, നമ്മുടെ 2ാം ഘട്ടം തുടരുകയാണ്.